ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക് ശേഖറിന്റെ നേരെ വിരലും ചൂണ്ടിക്കൊണ്ട് പറയുന്നു, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ അടിച്ച് ഞാൻ നിർത്തടാ. നീ ആരോടാടാ സംസാരിച്ചത്? ശേഖറിന്റെ നേരെ നീ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു, എൻ്റെ അനിയന്റെ നേരെ നീ കയർക്കുന്നോടാ. പ്രതാപൻ അങ്ങനെ ചോദിക്കുമ്പോൾ ദീപക് പറയാം, ഞാൻ ചോദിക്കുന്നത് ന്യായമല്ലേ? ഞാൻ നിങ്ങളുടെ അനന്തരവനല്ലേ? എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് നിങ്ങൾ തന്നോ? എന്താ, എനിക്കൊരു രാഷ്ട്രീയ നേതാവാനുള്ള യോഗ്യതയില്ലേ? കളിയാക്കിക്കൊണ്ട് പ്രതാപ് പറയാം, പിന്നെ സൽസ്വഭാവങ്ങളുടെ മൂർത്തിഭാവം കൊണ്ട് ഒരു യുവാവ്. ശേഖരൻ പറഞ്ഞതുപോലെ സമൂഹത്തിലിറങ്ങി നിന്റെ പേരൊന്ന് പറഞ്ഞാൽ മതി, അപ്പ കരണത്തടി വീഴും. അവനൊരു യോഗ്യൻ വന്നേക്കുന്നു. ശേഖരൻ പറയാം, കുട്ടിക്കാലത്ത് നീ നടത്തിയ മോഷണങ്ങൾ ചെറുതൊന്നുമല്ല. ഈ നിൽക്കുന്ന ഋതുമോളുടെ സ്വർണമാലയും പാദസരം വരെ നീ കട്ടോണ്ടുപോയി. അന്നേ എല്ലാരും പറഞ്ഞ നിന്നെ പിടിച്ച് വല്ല ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടുപോയി ആക്കണമെന്ന്. എന്നിട്ട് ഞാനൊരൊറ്റ ആളാടാ നിന്നെ അങ്ങോട്ട് വിടാഞ്ഞത്. പ്രതാപനാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുക. എടാ, നിന്റെ ജനിപ്പിച്ച തന്ത നിന്നെ ഇട്ടേച്ച് പോയപ്പോഴേ ഞാനും ദണ്ട് ഇവനും കൂടെ നിന്നെ സ്വന്തം മകനെ പോലാണ് വളർത്തിയത്. അതിനുള്ള പ്രതിഫലമാടാ നീ എൻ്റെ നെഞ്ചത്തിട്ട് തൊഴിക്കുന്ന പോലെ ചെയ്തത്. അന്നം കൊടുത്ത കൈക്ക് തന്നെ ആഞ്ഞു കടിക്കുന്ന നന്ദി കെട്ട നായി. എൻ്റെ മുഖത്തോട്ട് നോക്കി അവൻ്റെ അഹങ്കാരത്തോടുള്ള നിപ്പ് കണ്ടില്ലേ? ദീപക് ചോദിക്കുക, അല്ല ഞാൻ ചെയ്ത ഇത്ര വലിയ തെറ്റാണോ? എനിക്കും രാഷ്ട്രീയ ബോധമില്ലേ? ഞാനും സാമൂഹ്യ ജീവിയായ ഒരു മനുഷ്യനല്ലേ? എനിക്കെന്താ ഇലക്ഷന് മത്സരിച്ചുകൂടെ? ഇവിടാണെങ്കിൽ വഴിയെ പോയ വയ്യാവലികളെ വിളിച്ച് സീറ്റ് കൊടുക്കുക. എനിക്കെന്താ ഒരു സീറ്റ് തന്നുകൂടെ? ഋതികയ്ക്ക് സഹിക്കുന്നതിനപ്പുറം. എടാ, നിന്റെ അമ്മ ആ സീറ്റിൽ കയറി എന്ന് ഭരിച്ചതിന്റെ ഫലമാടാ എൻ്റെ അച്ഛനെന്ന് അനുഭവിക്കുന്ന അവഗണന. കുടുംബവാഴ്ച നടപ്പിലാക്കാൻ നടക്കുന്നു. പ്രതാപൻ ചോദിക്കുക, നീ എന്താടാ പറഞ്ഞത്? നിനക്കും രാഷ്ട്രീയ ബോധം ഇല്ലേന്നോ? നീയും സാമൂഹ്യ ജീവിയായ മനുഷ്യനല്ലേന്ന്? നീയെ സ്വാർത്ഥ താല്പര്യമുള്ളവനും ക്രിമിനൽ മൈൻഡുള്ള ഒരു ഫ്രോഡാടാ. സാറേ, ഇവൻ വെറും ഫ്രോഡല്ല, ഗജ ഫ്രോഡാ. ചേട്ടാ, ഈ ഫ്രോഡ് ഈ സ്റ്റേറ്റിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുത്താൽ ഇവൻ കേരളം മൊത്തം വിറ്റിട്ട് അന്യരാജ്യത്തേക്ക് ഫ്ലൈറ്റ് പിടിക്കും. അമ്മ ചോദ്യ പേപ്പർ വിറ്റ് കാശാക്കി, മോനെ സംസ്ഥാനം വിറ്റ് കാശാക്കും. അല്ല, പരിഗണിക്കുന്നതും അവഗണിക്കുന്നതും നിങ്ങളുടെയൊക്കെ ഒരു ശൈലിയാണല്ലോ. അത് സഹിക്കാൻ നിവർത്തിയില്ലാതായപ്പോൾ ഞാൻ ശത്രുപാളയത്തിലേക്ക് ചേക്കേറി. എടാ, രക്ഷകർത്താവിന്റെ തല അടിച്ച് പൊളിച്ചിട്ടാണോടാ ശത്രുപാളയത്തിലേക്ക് ചേക്കേറുന്നത്? നിന്റെ ഗാർഡിയൻ ഞാനാ. എല്ലാ റെക്കോർഡ്സിലും നിന്റെ ഗാർഡിയന്റെ സ്ഥാനത്ത് ഈ പ്രതാപവർമ്മയുടെ പേരാ. എന്നിട്ടാണ് അവൻ എനിക്ക് നേരെ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണണം. എന്താ, ഇലക്ഷൻ എന്നോടൊപ്പം നിന്ന് മത്സരിക്കാൻ എന്താ പേടിയാണോ വല്യമ്മാവന്? എടാ, പ്രതാപവർമ്മ ഇതുവരെ ഒന്നിനെയും ഭയപ്പെട്ടിട്ടില്ല. മാരകായുധങ്ങളുടെ നടുവിൽ നിന്ന് അനായാസം 1000 പ്രാവശ്യം രക്ഷപ്പെട്ടിട്ടുള്ളതേ പ്രതാപവർമ്മയുടെ വിൽ പവർ ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നിട്ടാണോടെ നിന്നോട് എനിക്ക് പേടി? നീയാണ് എൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് നാണക്കേടും അറപ്പുമാണ് തോന്നുന്നു. മത്സരിക്കണമെങ്കിൽ അത് വല്ല ആണുങ്ങളോടൊപ്പം ആയിരിക്കണ്ടേ? ഇത് വെറും ഒരു ദാണ്ടെ, ഞാൻ ഇതുവരെ അമ്മാവന്മാരുടെ മുന്നിൽ തോറ്റു തന്നിട്ടേ ഉള്ളൂ. എന്നാൽ ഇപ്പം ഞാൻ ചലഞ്ച് ചെയ്യുക, വെല്ലുവിളിക്കുക. പ്രതാപവർമ്മ ഈ ഇലക്ഷനിൽ ദീപക് നേരിടും. വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഈ ദീപക് ജയിക്കുന്നു. ഋതിക പറയാം, ഒന്ന് ഇറങ്ങി പോടാ ഇവിടുന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നെ വളഞ്ഞു വിട്ടിട്ട് തല്ലും. അല്ല, നീ ആരാടി എന്നെ വെല്ലുവിളിക്കാൻ? നീ എന്നെ വെല്ലുവിളിച്ചിട്ട് തെരുവിലോട്ട് വാടി, നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും. പറഞ്ഞു തീർന്നില്ല, ചെവിക്കല്ല് തെറിച്ചു പോകുന്ന ഒറ്റടി പ്രതാപൻ ദീപകിന്റെ കർണത്ത്. താൻ എന്നെ തല്ലിയോട്, ഇനി നീ ഇവിടെ നിന്ന് കുറച്ചാൽ നിന്നെ കൊല്ലുപടാ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൈ ഓങ്ങുമ്പോൾ പ്രതാപ എന്ന് വിളിച്ചോണ്ട് അംബിക പ്രതാപന്റെ കൈക്ക് കയറി അങ്ങ് പിടിക്കുവാണ്. ആ പൊട്ടൻ മണഗുണാന്തൻ പ്രതാപൻ ചേച്ചി പ്രതാപ എന്ന് വിളിച്ചപ്പോഴേ അലിഞ്ഞു പോയി അയ്യോ ചേച്ചി എന്ന് വിളിക്കുക. പെട്ടെന്ന് അംബിക ഒരഭിനയം, ദീപകിന്റെ കരണത്തോട്ട് ഒരൊറ്റടി. വീട്ടിൽ കയറി വന്ന് ഞങ്ങളെ എല്ലാരെയും വെല്ലുവിളിക്കുന്നോടാ. അമ്മയും മോനും നടത്തുന്ന നാടകമേ. നിന്നെ ഞാൻ എന്നും പറഞ്ഞ് അംബിക വീണ്ടും കൈവെക്കുമ്പോൾ ദീപക് പറയാം, തൊടരുത്, തൊട്ടുപോയേക്കരുത്. തൊട്ടാൽ അമ്മയാണെന്നുള്ള കാര്യം തൽക്കാലം ഞാനങ്ങ് മറക്കും. രാജുവിന് ദേഷ്യവും ചിരിയും വരുന്നു. അവിടെ കൊണ്ട് പറയാം, ഓ ഡ്രാമ, ഒന്നൊന്നര ഡ്രാമ. അമ്മയും മകനും എന്ന മലയാള നാടകം. എടാ, നിന്നെ താലോലിച്ച് വളർത്തി വലുതാക്കിയ എൻ്റെ ആങ്ങളയ്ക്കെതിരെ നീ മത്സരിക്കുവോടാ? ഇത് ഇലക്ഷനാ. ഇത് ആർക്കും എതിരെ മത്സരിക്കാം. ഓസ്കാർ അവാർഡിനുള്ള അഭിനയം അങ്ങോട്ട് കാഴ്ചവെക്കുവാണ് അംബിക. ഈ കുടുംബത്തിൽ എൻ്റെ മകനായിട്ട് നിന്നോണ്ട് അത് പറ്റില്ല. നോമിനേഷൻ പിൻവലിച്ച് പ്രതാപന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചാൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ കയറാം. അല്ലെങ്കിൽ ദീപക്കെ, നീ ഇനി ഗേറ്റിന് പുറത്ത്. പിന്നെ സബ്മിറ്റ് ചെയ്ത നോമിനേഷൻ ഈ ദീപക്ക് പിൻവലിക്കില്ല. ഞാൻ മത്സരിക്കും, ജയിക്കും. എങ്കിൽ നീ ഇറങ്ങടാ വെളിയിൽ. എനിക്കിങ്ങനെ ഒരു മകനില്ലേ. ഞാനേ എൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് ഇങ്ങോട്ട് വന്നത്. അതെടുത്തിട്ട് ഞാൻ പോയിക്കോളാം. എടാ, ഇവിടുന്ന് ഒരു തോർത്ത് പോലും നിനക്ക് തരില്ല, നാശം പിടിച്ച സന്തതി. ഇറങ്ങടാ വെളിയിൽ. ദൈവമേ, ഇവൻ നശിച്ചു പോണേ. എന്താടാ നോക്കി നിൽക്കുന്നത്? ഇറങ്ങടാ വെളിയിലെ. എടാ ഇറങ്ങാൻ എന്നും പറഞ്ഞ് ദീപക്കനെ പിടിച്ച് തള്ളുവാണ് അംബിക. എടാ, നീ മുടിഞ്ഞു പോട്ടെ. മുടിയാൻ പോകുന്ന ആരാന്ന് നമുക്ക് നോക്കാം.
എന്നെ അപമാനിച്ചവർക്കൊക്കെ ഞാൻ മറുപടി തരും. ഇതെന്റെ വാശിയും പ്രതികാരമാ. പ്രതാപ് വർമ്മ സാറെന്ന് കരുതിയിരുന്നോ ഈ ഇലക്ഷന് ജയം എന്നോടൊപ്പം ആയിരിക്കും. അടുത്ത മുഖ്യമന്ത്രിയും ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ ജയിലിൽ കിടക്കുന്ന ആരാന്ന് നമുക്ക് കാണാം. അത്രയും അങ്ങോട്ട് വെല്ലുവിളി നടത്തി ദീപക് കാറിന്റെ അടുത്തിട്ട് പോകുമ്പോൾ ഋതിക പറയാം, കാറെ തൊട്ടുപോകരുത്, അതെന്റെ അച്ഛൻ കാശ് കൊടുത്ത് മേടിച്ച കാറാ, നീ നടന്നു പോയാൽ മതി. ഇലക്ഷൻ അല്ലേ, കാൽനട ജാഥ ഇപ്പോഴേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. മകൻ എങ്ങനെ അപമാനിതനായി പോകുന്നത് കണ്ട് അംബികയുടെ ഇടനെഞ്ച് പൊട്ടുവാണ്. വലിയ വീരശൂര പരാക്രമിയെ പോലെ ദാണ്ട ദീപക് അങ്ങോട്ട് നടന്നു പോവാ. അംബിക അത് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അകത്തോട്ട് കയറിപ്പോന്നു. വളരെ സങ്കടത്തോടെ പ്രതാപൻ ചേച്ചിയെ നോക്കുന്നു. ശേഖരൻ യാമിനിക്ക് ഫോൺ ചെയ്യാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്, അമ്മയുടെ അസുഖമൊക്കെ കുറവുണ്ടോ? ഞാനേ ഈ ഇലക്ഷൻ തിരക്കുകൊണ്ടാ അങ്ങോട്ട് വരാത്തതെന്ന് അമ്മയോടൊന്ന് പറയണേ. അപ്പോൾ രാജു ഋതിയെ അങ്ങോട്ട് വരുന്നുണ്ട്. ഋതി ചോദിക്കുന്നത്, ചെറിയമ്മയായിരുന്നോ ചെറിയച്ച? അതേ മോളെ, അവിടുത്തെ അമ്മയ്ക്ക് കുറവുണ്ട്, നാളെ രാവിലെ തന്നെ യാമിനി ഇങ്ങോട്ട് വരും. ചെറിയച്ച, ഇന്ന് നടന്ന സംഭവത്തിൽ ചെറിയച്ഛന് എന്ത് തോന്നുന്നു? അതെന്ത് ചോദിക്കാനിരിക്കുന്നു മോളെ, അമ്മയും മോനും കൂടെ നടത്തിയ കലാപരിപാടിയല്ലേ അത്? ഇതൊരു സൂപ്പർ നാടകമല്ലേ? കളരി നാടകം, കമ്പനി നാടകം, പൊറോട്ട നാടകമെന്നോ കാക്കാലസ് നാടകമെന്നോ എന്ത് വേണേലും പറയാം. ശേഖരൻ സാറേ, എന്നാൽ ഇത് ഏത് വകുപ്പിൽപ്പെടുന്ന നാടകമാ? ഇതൊരു ഹാസ്യ നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ആക്ടേഴ്സ് രണ്ടുപേരും വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അഭിനയിച്ചു. ആ അമ്മ ക്യാരക്ടറിന്റെ വയലൻസും ഇമോഷൻസും ഒക്കെ ഒടുവിൽ സൂപ്പറായിരുന്നു, ഇല്ല ചെറിയച്ച? പക്ഷെ കൺഗ്രാസ് പറയുന്നതിന് പകരം ചെവിക്കുറ്റി നോക്കി രണ്ട് പൊട്ടിക്കാനാ തോന്നിയത്. മകൻ ക്യാരക്ടറിന്റെ വർമ്മസാർ ഒരു പെടച്ചല്ലോ. എന്റെ രാജു അവനെ തല്ലുന്നതും കൊടിച്ചിപ്പട്ടിയെ തല്ലുന്നതും ഒരുപോലെയാ. ചെറിയച്ച, എനിക്കൊരു സ്വപ്നമുണ്ട്. അതെന്തോ മോളെ? ഒരു പൊതുസ്ഥലത്ത് ഈ ദീപക്കിനെ ഒന്ന് കെട്ടിയിടണം, എന്നിട്ട് ഒരു കൊട്ടോടി അവിടെ തൂക്കിയിടണം, എന്നിട്ട് എഴുതി വെക്കണം ആർക്കും ഇവനെ ഇത് വെച്ച് അടിക്കാമെന്ന്. മോളെ, ഇത് അമ്മയും മകനും കൂടിയുള്ള ഒത്തുകളിയാ. ഇവിടെ വർമ്മസാർ അകറ്റി നിർത്തിയിരിക്കല്ലേ, അതുകൊണ്ട് അമ്മയും മകനും കൂടെ അനന്തമ്പിള്ളയുടെ അടുത്തോട്ടങ്ങ് പോയി. അല്ലെങ്കിലും രാജു, അവർ കുറെ നാൾ കൊണ്ട് അനന്തമ്പിള്ളയുടെ ആളാ. നമുക്കെതിരെയുള്ള അടുത്ത പടപ്പുറപ്പാടുള്ള ആയുധമാണ് അനന്തമ്പിള്ളയ്ക്ക് ഈ ദീപക്. രാജു, അതിന് ഇവനോ ചേട്ടനെതിരെ മത്സരിച്ചാൽ വോട്ട് പിടിക്കുവോ? അത് കേട്ടിട്ട് ഋതിക പറയാം, ഒരു ചുക്കും പിടിക്കില്ല. ഇപ്പൊ ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇപ്പോഴിവൻ അച്ഛന്റെ എതിർ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അച്ഛൻ താണ്ടി ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞു. പ്രതാപൻ ആകെ വിഷമിച്ചിങ്ങനെ ടെൻഷനിലിരിക്കുക. എന്നിട്ട് ഓർക്കുന്നുണ്ട് അനന്തപിള്ള TV-യിൽ പറഞ്ഞതൊക്കെ. പ്രതാപ് വർമ്മയുടെ സ്ഥിരം സീറ്റല്ലേ മാടപ്പള്ളി, അവിടെ അയാളെ നേരിടാൻ എന്നേക്കാൾ നല്ല ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി കണ്ടെത്തി. അങ്ങനെ ദീപക്കിനെ വിളിച്ച് പരിചയപ്പെടുത്തുന്നതൊക്കെ ഇങ്ങനെ പ്രതാപൻ ഓർക്കുക. അപ്പോൾ ഋതിക പ്രതാപൻ്റെ അടുത്തോട്ട് വരാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പ്രതാപൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അച്ഛനിപ്പോൾ ആകെ ടെൻഷനിലിരിക്കുവാണല്ലോ. ഇതാ അംബികയും മകനും ചേർന്നുള്ള കളിയാണെന്ന് പറഞ്ഞ അച്ഛനോട്ട് വിശ്വസിക്കത്തോ. ആ യക്ഷിയായ അംബികയെ കാണപ്പെട്ട ദേവിയായിട്ടാണ് അച്ഛൻ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് അംബികയെ കുറ്റം പറയാതെ തന്നെ അച്ഛൻ്റെ ടെൻഷനൊന്ന് മാറ്റണം. അച്ഛൻ ടെൻഷനായിരിക്കുവാണോ? പിന്നല്ലാതെ, പിന്നെ സന്തോഷമുള്ള വാർത്തയാണല്ലോ ഞാനിപ്പോൾ കേട്ടത്. അതിനെന്തിനാ എൻ്റെ അച്ഛനിങ്ങനെ ടെൻഷനാകുന്നത്? ഞാൻ പലതരത്തിൽ ആലോചിച്ചിട്ടും അത് നമുക്കൊരു പോസിറ്റീവായ റിസൾട്ടാച്ചാ. പോസിറ്റീവായ ന്യൂസോ? നീ എന്തൊക്കെയായിരുന്നു ഈ പറയുന്നത്? സ്വന്തം അനന്തരവൻ എനിക്കെതിരെ എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായത് അതൊരു പോസിറ്റീവായ ന്യൂസാണോ? അത് തന്നെയാച്ചാ പോസിറ്റീവായ ന്യൂസ്. പ്രതാപ് വർമ്മയ്ക്ക് കുടുംബവാഴ്ചയാണെന്നാണല്ലോ അനന്തമ്പിള്ളയുടെ പ്രധാന പരാതി. അപ്പോൾ കുടുംബവാഴ്ചയാണെങ്കിൽ സ്വന്തം അനന്തരവൻ അമ്മാവനെതിരെ മത്സരിക്കുവോ? ഇനി മറ്റൊന്ന്, നമ്മുടെ മണ്ഡലമായ മാടപ്പള്ളിയിൽ അച്ഛനെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരുമെന്നാണ് നമ്മൾ കരുതിയത്. അച്ഛനെതിരെ മത്സരിക്കാൻ വന്നത് ആരാ? ഈ മണ്ടൻ ദീപക്കല്ലേ മോളെ. അവൻ മണ്ടനൊന്നും അല്ല, അവൻ ഫ്രോഡാ. പക്ഷെ അവന് പാർട്ടിയുടെ സപ്പോർട്ടുണ്ടല്ലോ മോളെ. അതിന് അവന്റെ പാർട്ടിയുടെ സപ്പോർട്ട് കുറച്ച് അവന് കിട്ടിയേക്കാം, എന്നാലും ഭൂരിഭാഗം പേരും അവന്റെ ശത്രുവാണച്ചാ. പിന്നെന്താ, ഈ നാടിന്റെ വിധി നിർണ്ണയിക്കുന്ന നിഷ്പക്ഷരായ ജനം. അവരുടെ ആരുടെ ഒറ്റ ഒരു വോട്ട് പോലും ഇവന് കിട്ടില്ല. ഇന്നത്തെ കാലത്ത് ജനം ഇത്തരം ചതികളെ ഒന്നും അംഗീകരിക്കില്ലച്ചാ. കേരള ജനത നല്ല വിവരമുള്ളവരാ. അവരാരും ഇത്തരം സ്ത്രീവിരുദ്ധന്മാർക്കൊന്നും വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് അച്ഛൻ ഞാൻ പറയുവാണ്, ഇലക്ഷന് മുമ്പേ അച്ഛൻ ജയിച്ചെന്ന് കരുതിയാൽ മതി. അമിത ആത്മവിശ്വാസം ഒന്നും വേണ്ട മോളെ, അത് ദോഷം ചെയ്യും. നമുക്ക് ശക്തമായിട്ട് പൊരുതാം, അത് മതിയച്ചാ. അച്ഛൻ മനസമാധാനത്തോടെ കിടന്നൊന്ന് ഉറങ്ങ്. അങ്ങനെ വിഷമത്തോടെ തന്നെ പ്രതാപന് സന്തോഷവും സമാധാനവും ഒക്കെ കൊടുത്തിട്ട് ഋതിക അവിടുന്ന് പോവുകയാണ്. വേണുവേട്ടനോടും രാധമ്മയോടും പ്രിയ പറയാം, എന്നാലും ഇതൊരൽപ്പം കടന്ന കയ്യായിപ്പ്. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വളർത്തിക്കൊണ്ട് വന്നതല്ലേ ആ ചെറുക്കനെ പ്രതാപ സാറ്. വളരെ മോശമായിപ്പ് ദീപക് ചെയ്തത്. അല്ലെങ്കിൽ ആ ചെറുക്കന് നന്ദി കെട്ടവനാ മോളെ. ആ അംബികയുടെ അതേ സ്വഭാവം ആ ചെറുക്കന്. വർമ്മ സാറിന്റെ ഒറ്റ കാരുണ്യം കൊണ്ടാ, അല്ലെ പണ്ടേ ആ ചെറുക്കൻ നിർഗുണ പരിഹാര പാഠശാലയിൽ കിടന്നാനെ. അല്ല വേണുവേട്ട, ഇവൻ്റെ അച്ഛനെ വേണുവേട്ടൻ കണ്ടിട്ടുണ്ടോ ആ അംബികയുടെ ഭർത്താവിനെ? ഞാനെങ്ങും കണ്ടിട്ട് ഒന്നുമില്ല, ഞാൻ അതിനെപ്പറ്റി തിരക്കാറേ ഇല്ല.
അയാൾ ഇവളെ കളഞ്ഞിട്ട് പോയതായിരിക്കും. അങ്ങനെ ആയിരിക്കില്ല, സഹി കെട്ടിട്ട് പോയതായിരിക്കും. ഇവരോടൊപ്പമൊക്കെ മനുഷ്യന്മാരാരെങ്കിലും ജീവിക്കുമോ അച്ഛാ? അവരുടെ മോന്ത കണ്ട ചെകിട് നോക്കി ഒന്ന് പിടയ്ക്കാൻ തോന്നും. കൊച്ചമ്മണി പരാതിയും പറഞ്ഞുകൊണ്ടാണ് വരവ്. ഞാനൊന്ന് ഇലക്ഷന് നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോൾ പരിഹാസവും അവഹേളനവും ഒക്കെ ആയിരുന്നു. ദാണ്ട വെകളി പിടിച്ച് നിൽക്കുന്ന ചെറുക്കം പോലും കയറി തന്റെ ഇലക്ഷനിൽ നിന്നിരിക്കുന്നു. അതും പോരാഞ്ഞിട്ട് അവന്റെ അമ്മാവനായ വർമ്മ സാറിനെതിരെ. എന്തൊരു നാണം കെട്ട പരിപാടിയാ വെകളി പിടിച്ച് ചേർക്കാൻ കാണിച്ചത്. പണ്ട് അമ്മാവനായ കംസനെ ഭഗവാൻ കൃഷ്ണൻ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അത് കഥ വേറെ. ഇന്ന് കംസൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയി തല്ലിക്കൊന്നേനെ. വേണുവേട്ടൻ പറയാം, അവന് നല്ല അന്തസ്സായ രീതിയിൽ തോൽക്കണമെന്ന് വിചാരിച്ചിട്ടാ അവൻ വർമ്മ സാറിനെതിരെ പോയി മത്സരിക്കാൻ നിൽക്കുന്നത്. ഇതൊക്കെ അനന്തംപിള്ളയുടെ കളിയല്ലേ? അനന്തംപിള്ളയുടെ കളി മാത്രമല്ല, ഇതിലാ അംബികയ്ക്കും പങ്കുണ്ട്. പരമയോഗ്യതയായ കൊച്ചമ്മണി പറയുക, നമുക്കൊരു കൊട്ടേഷൻ കൊടുത്ത് ഈ അംബിക അങ്ങ് തട്ടിക്കളഞ്ഞാലോ? അന്ന് നിങ്ങളെല്ലാവരും എന്നെ നിരാശപ്പെടുത്തിയിട്ടാ, അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ നോമിനേഷൻ കൊടുത്തേന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന ദിവസവും നാളെയാ. പ്രിയ ചോദിക്കുക, അപ്പം നിങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചു? തീരുമാനിച്ചു. ഒരു കാര്യത്തിന് അമ്മണി ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ പിന്നോട്ടില്ല. വേണുവേട്ടൻ കളിയാക്കി ചോദിക്കും, അല്ല പൊതുജന സേവനമാണോ ഉദ്ദേശം? എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ അവനവൻ്റെ സേവനമാണ് വേണ്ടത്. അല്ല, നിങ്ങൾക്ക് പ്രകടന പത്രികയുണ്ടോ? അയ്യയ്യേ, കത്രിക ചിഹ്നമൊന്നും എനിക്ക് വേണ്ട. അയ്യോ, അതൊന്നും അല്ല, പ്രകടന പത്രിക. അതെന്തോന്നാ? എന്റെ തള്ളെ, നിങ്ങൾ ജയിച്ചാൽ ജനങ്ങൾക്ക് വല്ലതും ചെയ്തു കൊടുക്കുമോ എന്നുള്ള ഉറപ്പ് വരുത്തുന്നത്. അതൊക്കെയുണ്ട്. ഞാൻ ജയിച്ചാൽ എല്ലാ വീട്ടുകാർക്കും ഒരു വാഷിംഗ് മെഷീനും ചൂലും ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ജയൻ അങ്ങോട്ട് വരുന്നുണ്ട്. രാധമ്മ പറയാം, ജയ ദാണ്ട നിന്റെ അമ്മ ഇലക്ഷന് നിൽക്കാൻ പോവാ. നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം. ഈ ഗുണ്ടില്ലേ ഗുണ്ട്, അത് പൊട്ടുന്ന പോലെ പൊട്ടും. ഈ കെട്ടിവെക്കുന്ന കാശ് പോലും തിരിച്ചു കിട്ടില്ല. ജയേട്ടാ ദാണ്ടെ വെറുതെ എൻ്റെ അമ്മായിയമ്മയെ കളിയാക്കുകയൊന്നും വേണ്ട. എന്തായാലും ഇവരുടെ വോട്ട് ഉറപ്പായിട്ട് ഇവർക്ക് തന്നെ കിട്ടും. അയ്യോ, അതും കിട്ടാൻ പോകുന്നില്ല. അതും കിട്ടില്ല. അതെന്താ ചെയ്യാ? അത് അസാധുവാകും. ഇവർക്ക് നേരെ ചൊവ്വേ വോട്ട് ചെയ്യാൻ പോലും അറിയില്ല. എടാ അവലക്ഷണം കെട്ട മകനെ, ഞാൻ ജയിക്കും. പുതികാല് വെട്ടി ഞാനൊരു മന്ത്രിയാവും. കള്ളുവകുപ്പ് മന്ത്രിയാകാനാ എനിക്കിഷ്ടം. കോഴയാണെ കുറച്ച് ഇമ്മണി കൂടുതൽ കിട്ടും. എൻ്റെ അമ്മേ, നിങ്ങൾക്ക് മത്സരിച്ചാൽ മതിയല്ലോ. അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചു തരാം. എൻ്റെ അമ്മ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് എന്നും പറയും ജയൻ കൊച്ചമ്മനെയും വിളിച്ചോണ്ട് പുറത്തോട്ട് പോവുകയാണ്. ജയ, കയ്യേന്ന് വിടറാ, കാര്യം പറടാ. നിങ്ങൾ ഇലക്ഷന് നിൽക്കുന്ന നാട് നന്നാക്കാനൊന്നും അല്ലല്ലോ. പിന്നെ നാട് നന്നാക്കുന്നു? അതെ, എൻ്റെ ഡോഗ് ചെയ്യും. ഞാൻ ഇലക്ഷന് നിൽക്കാൻ പോകുന്നത് 10 കാശുണ്ടാക്കാനാ. മൂന്നാറിലും കൊടൈക്കനാലിലും ഊട്ടിയിലും ഒക്കെ എനിക്ക് ഓരോരോ ബംഗ്ലാവ് ഉണ്ടാക്കണം. എനിക്ക് വാർദ്ധക്യകാലമാകുമ്പോഴേ വിശ്രമിക്കാനാ. അയ്യോ, അതിനിപ്പോൾ നിങ്ങൾക്ക് വാർദ്ധക്യമല്ലേ? ആര് പറഞ്ഞടാ? എനിക്ക് യൗവനമാണ്. എന്നാൽ എൻ്റെ യൗവനയുക്തിയായ ഭവതി കുറച്ച് കാശുണ്ടാക്കുന്ന ഉടായ്പ വേല ഞാൻ പറഞ്ഞു തരാം. പക്ഷെ 10% കമ്മീഷൻ എനിക്ക് തരണം. ഈ പന്തപ്പുഴ നിയോജക മണ്ഡലത്തിലെ ഒരു കൊച്ചമ്മണി മത്സരിക്കുന്നുണ്ട്. എടാ, അതിന് ഞാനെന്ത് വേണം? നിങ്ങൾ അവരുടെ അപരയായിട്ട് മത്സരിക്കണം. അയ്യടാ, എനിക്ക് അപരയും കിപരയായിട്ടൊന്നും മത്സരിക്കണ്ട. എനിക്ക് നേരെ മത്സരിച്ചാൽ മതി. എൻ്റെ പൊന്നമ്മേ, നിങ്ങൾ അവരുടെ അപരയായിട്ട് മത്സരിക്കുമ്പോൾ വോട്ടുകൾ വിഭജിക്കുമ്പോൾ നിങ്ങൾ രണ്ടും ഒരുപോലെ പൊട്ടും. അവർ കോടീശ്വരിയാ. അതുകൊണ്ട് നിങ്ങളോട് ഇതിൽ നിന്ന് മാറാൻ പറയും. അപ്പോഴമ്മ അങ്ങോട്ടൊരു ഡിമാൻഡ് വെക്കണം. എന്ത് ഡിമാൻഡ്? ഒരു 10 ലക്ഷം. എടാ ജയ, ഇത് കൊള്ളാമല്ലോ. അതാ ഞാൻ പറഞ്ഞ 10 ലക്ഷം ഞാൻ മേടിച്ചു തരാം. 2 എനിക്ക് 8 അമ്മയ്ക്കും. അത് പറ്റില്ല, നീ 12 വാങ്ങിയത്. 10 എനിക്കും വേണം, 2 നീ എടുത്തോ. അങ്ങനെ അമ്മയും മകനും ഒരു ധാരണയിലെത്തി. അമ്പിക മോനെ വിളിച്ച് സംസാരിക്കുക. എടാ മോനെ, എൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നടാ? അതെപ്പോഴും സൂപ്പറല്ലേ അമ്മേ? ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കൊരു ഫിലിം ആക്ട്രസ് ആയിക്കൂടെയെന്ന്. ഏതോ ഒരു ഹിന്ദി നടിയുടെ കട്ടുണ്ട് അമ്മയ്ക്ക്. ഒന്ന് പോടാ അവിടുന്ന്. എടാ മോനെ, നിന്റെ ആക്ടിങ് നന്നായിരുന്നു. അങ്ങനെ റിയലായിട്ട് അഭിനയിച്ചാലേ ഇവരുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും വിളഞ്ഞ വിത്തുകളാ, പിടിക്കപ്പെടും മോനെ. രാജു ഹൃതിയോട് പറയാം, എൻ്റെ അച്ഛൻ ഈ പുരാണ കഥകളൊക്കെ നന്നായിട്ടറിയാം. ഈ അമ്പികയും മകനും എൻ്റെ അച്ഛൻ പുരാണ കഥാപാത്രങ്ങളായിട്ട് ഉപയോഗിച്ചാ സംസാരിക്കുന്നത്. അതാരാ രാജു? ഭൂതനെയും ബഗാസുരനും. എൻ്റെ മോനെ ഞാൻ അടിച്ചപ്പോൾ എൻ്റെ മോന് നന്നായിട്ട് നൊന്തോടാ. ഇല്ലമ്മേ, അമ്മ അടിക്കുമ്പോൾ എനിക്ക് നോവത്തില്ല. പക്ഷേ പ്രതാപൻ എന്നെ ഒരു അടിയടിച്ചു. അതൊരാഞ്ഞടിയായിരുന്നു. എൻ്റെ ചെകിട് അടിച്ചു പോയമ്മേ. മോനതങ്ങ് ക്ഷമിച്ചു കള. അവൻ കർണത്തല്ലേ അടിച്ചുള്ളൂ. അവൻ്റെ ചങ്കിലിട്ടല്ലേ അടിച്ചത്. മോനെ, നീ പോയിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് ശോക അഭിനയൊക്കെ ഇവിടെ കാഴ്ചവെച്ചു. പ്രതാപൻ ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണയൊന്നുമില്ല. അമ്മ തന്ത്രപൂർവ്വം അവിടെ നിൽക്കി. ഇലക്ഷനിൽ ഞാൻ അവരെ പൊട്ടിക്കണം മോനെ. അവനെ കെട്ടിവെച്ച കാശ് പോലും കിട്ടരുത്. അമ്മേ, പിന്നെ എനിക്ക് ഇടാൻ ഡ്രസ്സൊന്നുമില്ല. അമ്മേത് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചേരാ. പിന്നെന്താ, മോൻ ധൈര്യത്തോടിരി, അതൊക്കെ അമ്മ അങ്ങ് എത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അംബിക ഇങ്ങോട്ട് തിരിയുമ്പോൾ താണ്ട ചിരിച്ചോടെ നിൽക്കുന്ന രാജുവും ഹൃതികയും. ഉടനെ അംബിക ഒരു ഭാവം മാറ്റം. എന്നാൽ ധനലക്ഷ്മി വൈകിട്ട് ക്ലബ്ബിൽ വെച്ച് കാണാം. ധനലക്ഷ്മിയോ? അതാരാ? ഏതെങ്കിലും ഒരു പാര അങ്ങോട്ട് വന്ന് കയറിക്കാണും. എൻ്റെ അമ്മയെപ്പോലെ ഇൻ്റർനാഷണൽ തരികട. ഹൃതിക അംബികയുടെ അടുത്തോട്ട് എന്ന് പറയും, ശൂന്യതയുള്ള നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മയാണോ ഈ ധനലക്ഷ്മി? രാജു ഉടനെ പറയാം, അയ്യോ അതല്ല ഋതു, ധനലക്ഷ്മി ഏതോ ബഹിരാകാശ ജീവിയാ.
പറക്കും തളികയില താമസിക്കും. വേണ്ടേ, പറക്കും തളികയിലൊന്നും അല്ല, ധനലക്ഷ്മി എൻ്റെ ഒരു ഫ്രണ്ടാ. അയ്യോ, അപ്പൊ ആ ഇഡിയറ്റിന്റെ ഓമനപ്പേര് ധനലക്ഷ്മി എന്നായിരുന്നോ? അയ്യോ, അപ്പൊ ദീപക്ക് പെണ്ണായിരുന്നോ? എടി മതിയാക്കടി, ഞാൻ എൻ്റെ മകനെ അടിച്ചോടിച്ചെൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ നിൽക്കുമായിരുന്നു. അയ്യോ, സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ അവനോട് കളിച്ചും ചിരിച്ചും സംസാരിച്ചത്? അംബികയെ കയ്യോടെ അവർ പിടിച്ചിരിക്കുക. അംബിക ഇനി എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ രാജുവിനെയും ഹൃതിയുടെ മുന്നിൽ വിറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അമ്മയുടെയും മകൻ്റെയും തരികിടയായ ഈ അഭിനയം എല്ലാം പ്രതാപൻ എപ്പോൾ മനസ്സിലാക്കും? അതോ പ്രതാപൻ മനസ്സിലായാലും മനസ്സിലാകാത്ത പോലെ തന്നെ അഭിനയിക്കുമോ? കൊച്ചമ്മണി മത്സരത്തിൽ നിന്ന് ജയിക്കുമോ, ദീപക്ക് മത്സരത്തിൽ നിന്ന് ജയിക്കുമോ എന്നൊന്നും അറിയില്ല. ആരൊക്കെയാണ് ജയിക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.